കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇന്ത്യയിലെ കണ്ടമാനം അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭൂരിഭാഗവും മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട് പല കോടതി ഉത്തരവുകളുണ്ട്. ഇവിടെയെല്ലാം സർവേ നടത്തി ഇത് എന്താണ് ഇതിന്റെ വാസ്തവം, ഇതിന്റെ ചരിത്രം എങ്ങനെയാണ് ഇവിടെ ഒരു മസ്ജിദ് അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾ രൂപപ്പെട്ടത് എന്ന് കോടതികളുടെ ഉത്തരവ് പ്രകാരം, കോടതി ഉത്തരവുകളെ പറ്റി ഘോരം പ്രസംഗിക്കുന്ന പല ചാനലുകള്, പല വക്താക്കളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പ്രശ്നമില്ലാണ്ടാണ് നടക്കേണ്ടത്. എന്നിരുന്നാലും ഏതാനും ദിവസങ്ങൾ മുമ്പ് ഉത്തർപ്രദേശിലെ സാംബാൽ പ്രദേശത്ത് ഒരു മസ്ജിദില് ഒരു സർവേ നടത്തുന്നതിന് വേണ്ടി വന്നതായി ബന്ധപ്പെട്ട് 4 മുസ്ലിം യുവാക്കൾ ഒരു വയലൻസിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനെപ്പറ്റി വളരെ വലിയൊരു വാർത്തയൊന്നും നമ്മുടെ പത്രങ്ങളും മാധ്യമങ്ങളൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഇതൊരു സംഭാൽ എന്ന പ്രദേശത്ത്, ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് സംഭാൽ എന്ന പ്രദേശത്ത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല. അതോടൊപ്പം തന്നെ പ്രശ്നബാധിതമായ മറ്റൊരു മുസ്ലിം പള്ളിയാണ് അജ്മീർ. വളരെ മുസ്ലിം സമുദായത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മുസ്ലിം ആരാധനാ കേന്ദ്രമാണ് രാജസ്ഥാൻ സംസ്ഥാനത്തുള്ള അജ്മീർ. അവിടെ ഞാൻ ഒരിക്കൽ സന്ദർശിക്കുകയുണ്ടായി. ആ പ്രദേശത്ത് തന്നെ വളരെയധികം ആത്മീയമായ മറ്റു പുഷ്കറിന്റെ ലോകത്തിലെ ഒരു ബ്രഹ്മന്റെ ക്ഷേത്രം ആ പ്രദേശത്താണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് അജ്മീർ എന്ന് പറഞ്ഞാല്. വലിയൊരു വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. അവിടെയും ഒരു പ്രശ്നബാധിതമാണ്. ഒപ്പം തന്നെ മധുരയില് ഇഗ്ദാർ ദർഗ, പിന്നെ ഗ്യാൻവാപ്പിയില് ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പൊ ഒരു മുസ്ലിം പള്ളിയാണ്. മുസ്ലിം രാജാവായിരുന്ന ഔറംഗസേബ് പിടിച്ചെടുത്ത പള്ളിയാണ് ഗ്യാൻവാപ്പി ശിവക്ഷേത്രം. അങ്ങനെ നമുക്ക് അറിയാവുന്ന ചരിത്രങ്ങളാണ്. ഒരു 5-6 ഇടത്താണ് ഈ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് കുത്തബ് മീനാറിലും ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മറ്റു ഘടകങ്ങൾ ഇതിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഘടകം എന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് ശിഹാബ് അലി തങ്ങൾ, മുസ്ലിം ലീഗിന്റെ നേതാവ്, അതോടൊപ്പം തന്നെ UDF, യുണൈറ്റഡ് ഐക്യ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയിൽ കോൺഗ്രസ് ഭാഗമാണ്. മുമ്പ് കോൺഗ്രസിന്റെ കയ്യിൽ അണ്ടറിലായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗാണ് ഇന്ന് നയിക്കാൻ പോകുന്നത്. ഇനി അടുത്ത ഒരു ഭരണത്തിൽ മുസ്ലിം ലീഗ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട രാഷ്ട്രീയ ഭാവിയിൽ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ ഈ സാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷമാണെങ്കിൽ പിടിച്ചെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഈ ഫിലോസഫി അദ്ദേഹത്തിന് കിട്ടിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടർക്കി എന്ന രാജ്യത്ത് എർഡോഗാൻ ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ പള്ളി പിടിച്ചെടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു അത് നന്നായിരുന്നു, നല്ലൊരു ഇതാണ് എന്നാണ്. പക്ഷെ ക്രിസ്ത്യാനികളൊന്നും അങ്ങനെ ഇപ്പൊ ഇവിടെ 4 ആളെ കുരുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അക്രമത്തിനൊന്നും പോവാത്തത് കൊണ്ടും അടിച്ചമർത്തൽ, ഒരു ചെകിടത്ത് അടിച്ചാൽ മറ്റേ ചെകിടും കൂടി കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഫിലോസഫിയാണ്. തന്നെയുള്ള അക്രമത്തിനോ വയലൻസിനോ ഒന്നും ഈ ചൂട്ടുപിടിച്ചു കൊടുക്കാറില്ല. അതുകൊണ്ടായിരിക്കും എളുപ്പത്തിൽ പിടിച്ചെടുത്തത്. അപ്പൊ കൊടുത്താ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട, കൊടുത്താ കൊല്ലത്തും കിട്ടും. അപ്പൊ ഈ ഒരു ഫിലോസഫി ആണെങ്കിൽ സാദിഖ് അലി തങ്ങൾ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഒരു പക്ഷേ ഈ ഒരു നയത്തെ പിന്തുണയ്ക്കുന്നുണ്ടാവണം എന്ന് വേണം കരുതാനായിട്ട്. അതോടൊപ്പം തന്നെ കാന്തപുരവും പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷമാണെങ്കിൽ ഞങ്ങള് വേറെ രീതിയിലൊക്കെ പെരുമാറുന്നു. അപ്പൊ ഭൂരിപക്ഷമായിപ്പോ ഒരു പക്ഷം ഹൈന്ദവ സഹോദരങ്ങളാണ് ഭൂരിപക്ഷം. അപ്പൊ ഒരു പക്ഷെ അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവരുടെ തത്വം, അതായത് സാദിഖ് അലി തങ്ങളുടെ തത്വവും കാന്തപുരത്തിന്റെ തത്വപ്രകാരവും ഈ പള്ളികൾ ഹിന്ദു ആരാധനാലയങ്ങളായിരുന്നു. അത് പിടിച്ചെടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് വേണം അവരുടെ തന്നെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട്. വേറൊരു വാസ്തവം എന്ന് പറഞ്ഞാല് ജി എന്ന് ഓമനപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ എല്ലാം മോദിജി സ്നേഹത്തിന്റെ കട അടച്ചുപൂട്ടി അതിന്റെ താക്കോല് കൊണ്ട് ഏതോ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞേക്കുന്ന സ്ഥിതിയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഇതുകളിൽ നമുക്കറിയാവുന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മീഷൻ JPC, ഇങ്ങനെയുള്ള മുഗൾ സാമ്രാജ്യത്തിൽ നിന്നും കോൺഗ്രസ് ഭരണകാലത്ത് നിലനിന്നിരുന്ന, അവര് മുതലെടുത്തിരുന്ന പല നയങ്ങളും
ഈ JPC ഉത്തരവ് കാത്തു നിൽക്കണോ എന്നാണ് ചോദിച്ചു എന്ന് എനിക്കറിയാൻ സാധിച്ചത്. ഏത് വിഷയത്തിലാണെന്ന് പറയട്ടെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള മുനമ്പം വഖഫ് വിഷയത്തിൽ മോഡിജി ചോദിച്ചു, എന്തിനാ ഇത്തരത്തിലുള്ളത്, വഖഫ് തന്നെ അങ്ങോട്ട് എടുത്ത് എറിഞ്ഞു കളഞ്ഞാ പോരെ എന്ന് മോഡിജി ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ അദ്ദേഹം സ്നേഹത്തിന്റെ താക്കോല്, സ്നേഹക്കടയുടെ താക്കോല് പൂട്ടിയിട്ടുണ്ട്, ആ താക്കോല് എറിഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന കുറച്ച് വിവരങ്ങള്. അപ്പൊ ഈ ഒരു പുരോഗതി എന്ന് പറഞ്ഞത്, നമ്മളിപ്പോ സാദിഖ് അലി ആയാലും സാദിഖ് ചേട്ടനാണെങ്കിലും മറ്റേ നമ്മുടെ കാന്തപുരം അണ്ണനാണെങ്കിലും നമുക്ക് അംഗീകരിക്കാം. കാരണം നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ തന്നെ തത്വശാസ്ത്രമാണ്. ഭൂരിപക്ഷമാണെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ ഇതൊക്കെ പിടിച്ചെടുക്കാം. തന്നെയല്ല, അതൊക്കെ ഹൈന്ദവ ആരാധനാലയങ്ങളായിരുന്നു. അപ്പൊ അവരത് എടുത്തോണ്ട് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലെ? അതാണ് അതിന്റെ ഒരു ശരി എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. അപ്പം ന്യായവും നീതിയും നടപ്പാക്കട്ടെ. ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള രാജാക്കന്മാര് വന്ന് തല്ലിയും കൊന്നും വെട്ടിയും പിടിച്ചതാണ് ഇത്. ഇപ്പൊ സംഭാലിൽ 4 യുവാക്കളെ കുരുതി കൊടുത്തിരിക്കുകയാണ്. ഇതാരെ കുരുതി കൊടുക്കുന്ന? ഇതിന് ചൂട്ടുപിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പോയി വെട്ട് കൊല്ല് എന്ന് പാവങ്ങളെ കുരുതി കൊടുക്കുന്നവര്. ഇതിനോടൊപ്പം നമ്മുടെ കേരളത്തില് ഇതിന് തീ വെച്ച് കൊടുക്കുന്ന കുറെ രാഷ്ട്രീയക്കാരുണ്ട്. പോയി പൊട്ടട്ടെ കത്തട്ടെ എന്നും പറഞ്ഞ് തീ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ചാനലുകളുണ്ട്, ഈ മറ്റേ മൗദൂദി ചാനലും കമ്മികളുടെ ചാനലൊക്കെ ഇതിനൊക്കെ തീ കൊടുക്കുന്ന ആൾക്കാരാണ്. എന്തായാലും ഒരാൾ മരിക്കുക എന്നുള്ളതിന് നമ്മൾ ഒരിക്കലും സന്തോഷം കാണുന്നില്ല. പക്ഷെ ഇതിലേക്ക് തള്ളിവിടുന്നവരെ നമ്മളൊന്ന് ഉന്നമിക്കണം. ധാരയാണ് ഇതുവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇതിലേക്ക് കൊടുത്തുവിടുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങള് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആരാണ് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത്? അപ്പൊ ഈ വക പള്ളികൾ, അജ്മീർ ഇങ്ങനെയുള്ള പള്ളി, ഗ്യാൻവാപ്പി ക്ഷേത്രം, അതല്ലെങ്കിൽ ഇവിടെ സംഭാലിൽ സംഭവിച്ചിരുന്ന ഓരോ ഇതുകൾ, ഇപ്പൊ ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒക്കെ വളരെ വളരെ പേര് കേട്ട, അദ്ദേഹം 2ാം വർഷം വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹമൊക്കെ ഇനി എത്രയൊക്കെ അമ്പലങ്ങള്, ക്ഷേത്രങ്ങള് മുസ്ലിം മുഗൾ സാമ്രാജ്യ കാലത്ത് നിന്ന് പിടിച്ചെടുക്കും എന്ന് നമുക്കറിയില്ല. നമുക്ക് പിന്തുണയ്ക്കാനേ പറ്റൂ. കാരണം അത് ഒരു കാലത്ത് ശക്തി ഉണ്ടായിരുന്ന കാലത്ത് തല്ലിയും കൊന്നും വെട്ടിയും പിടിച്ച സ്ഥലങ്ങളാണ്. അപ്പോ അതോടൊപ്പം തന്നെ വഖഫ് പോലെയുള്ള പ്രശ്നങ്ങളിൽ ഇതോട് ചേർന്ന് വരുന്നതാണ്. അടുത്ത മാസം വരുന്നൊരു നമ്മുടെ MP-മാര് എന്ത് ചെയ്യുന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. അപ്പൊ നമ്മുടെ MP-മാര് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും പറഞ്ഞിരിക്കുന്നത് വഖഫ് എടുത്ത് ദൂരെ ഫേക്ക് ദൂങ്കാ, പൂരാ ഫേക്ക് മിത്രോം ഫേക്ക് ദൂങ്കാ, വഖഫ് എടുത്ത് എറിഞ്ഞു കളയുന്നാണ് പറഞ്ഞേക്കണം. അതിന് വലിയ ജോയിന്റ് പാർലമെന്ററി കമ്മീഷനോ JPC ഒന്നും വേണ്ട. കാരണം മുഗൾ ഭരണം അവസാനിച്ചു, ജനാധിപത്യമാണ്. അപ്പൊ ഈ വഖഫും ബോർഡ് ഉണ്ട്, പല സംസ്ഥാനം, ഇപ്പൊ കേരളത്തിലുണ്ട്. കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണെന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു സക്കീറക്ക് ഇരിപ്പുണ്ട്. സക്കീറക്ക ഇപ്പൊ ഈ ജോയിന്റ് പാർലമെന്റ് ഇപ്പൊ അവര് പറഞ്ഞേക്കുന്നത് ഈ സാധനം എടുത്ത് എറിഞ്ഞു കളയുന്നത്. ഇനി വഖഫ് എന്ന് പറഞ്ഞ പരിപാടി, ആ വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് മോഡി പറഞ്ഞേക്കണം. അപ്പൊ മുനമ്പത്തുകാർക്ക് സന്തോഷിക്കാം. നേരത്തെ സൂചിച്ച പോലെ വളരെയധികം വേറെ പ്രദേശങ്ങളും ഉണ്ട്. നിങ്ങളൊക്കെ എടുത്ത് ആധാരൊക്കെ എടുത്ത് നോക്കിയിട്ട്, ആധാരം എടുത്തിട്ടേ ഇവിടെ ബാങ്കിൽ ചെന്നിട്ട് ചോദിച്ചു നോക്കാ, എനിക്കൊരു 1000 രൂപ തരാൻ പറയാം, നിങ്ങളുടെ ഭൂമിക്ക് അതിലും വലിയ വില ഉണ്ടാവും, 1000 രൂപ ലോൺ തരാൻ പറയാം. അപ്പൊ അവര് പറയും, നിങ്ങൾ പോയിട്ട് വഖഫ് ബോർഡിന്റെ ഒരു നോൺ ഒബ്ജക്ഷൻ നോട്ടീസ് സർട്ടിഫിക്കറ്റ് NOC കൊണ്ട് അത് ചെയ്ത കുറെ ആൾക്കാരുണ്ട്, എനിക്കറിയാം വ്യക്തിപരമായിട്ട്. അപ്പൊ അവിടെ പോയി ഈ സാധനം കൊണ്ടുവരാം. അപ്പൊ വിചാരിക്കുക ഇത് വഖഫിന്റെ ആണെന്ന്. അപ്പോഴേ നിങ്ങൾ അറിയുള്ളൂ ഇത് വഖഫായിരുന്നു മുഗൾ ഭരണകാലത്ത്, അതിനിപ്പോഴും സ്വാധീനം ഉണ്ടെന്ന്. തന്നെയല്ല, ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം. അവരുടെ വലിയ ഹൈടെക് വെബ്സൈറ്റ് ആണ്, WAMSC എന്ന് പറഞ്ഞിട്ട്. അതിൽ മൂവബിൾ അസറ്റ്, ഇമ്മൂവബിൾ അസറ്റ്, അതൊക്കെ നമ്മളൊന്നും അറിയില്ല. നമ്മളുടെ ആധാരം എടുത്ത് നമ്മളൊരു ലോണിനോ എപ്പോഴും പോകുമ്പോഴായിരിക്കും അറിയാം ഇത് നമ്മുടെയും വഖഫിലെ കിടക്കണേന്നുള്ളത്. അപ്പൊ ഈ മുഗൾ സാമ്രാജ്യത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാനായിട്ട് മോഡിജി മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവട്ടെ എന്ന് നമുക്ക് ഇത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ആ പാവം രാഹുലിനെ കൊണ്ടുവന്ന് ഇവര് ഭീഷണിപ്പെടുത്തും. ഇവിടുന്ന് ഒരു ലീഗ് മതി, അവിടെ ഡൽഹിയിലിരുത്തി കോലുമ നിർത്തും രാഹുലിനെ. കോലുമ നിർത്തിയിട്ട് പറയും ഇത് വഖഫ്, അത് വഖഫ്, വേളാങ്കണ്ണി പള്ളി വഖഫ്, അവിടെ വഖഫ്, ഇവിടെ അമ്പലം വഖഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇല്ലാണ്ടാക്കും. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് വേണം
കരുതാനായിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. മുഗൾ സാമ്രാജ്യം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ഒരു ശുഭമായിട്ട് അവസാനം ഇതിനെല്ലാം വരും എന്നും നമുക്ക് അനുമാനിക്കാം.